रामरसं रसने पिबरे रामरसम्. കർണാടകത്തിലെ സഹ്യപർവ്വത നിരകളിലെ ഉയരമേറിയ ഒരു കൊടുമുടിയാണ് കുടജാദ്രി അഥവാ കൊടച്ചാദ്രി. കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുടജാദ്രിയെ പ്രകൃതി പൈതൃക പ്രദേശമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന 13ാമത്തെ കൊടുമുടിയാണിത്. ഭൂമിയുടെ നിരപ്പിൽ നിന്നും 6700 അടി മുകളിലാണ് കുടജാദ്രിയിലെ പ്രശസ്തമായ സർവജ്ഞപീഠം നിലകൊള്ളുന്നത്. മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞു മൂടിക്കിടക്കുന്നു. സാഹസികത ആഗ്രഹിക്കുന്ന യാത്രികർക്ക് ഒരു ഉത്തമ കേന്ദ്രമാണ് കുടജാദ്രി മലനിരകൾ. ശക്തമായ കാറ്റുമൂലം കൊടുമുടി തരിശായി കിടക്കുന്നു. താഴ്വാരത്തെ നിബിഡമായ വനമേഖല കാരണം താഴെ നിന്നുമുള്ള കുടജാദ്രിയുടെ കാഴ്ച മറയ്ക്കുന്നു. വന്യതയുടെ യഥാർത്ഥ സൗന്ദര്യമാണ് ഇവിടെ അനുഭവിക്കാനാകുന്നത്. മൂകാംബിക ദേശീയോദ്യാനത്തിന്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി ജൈവ വൈവിധ്യ പ്രദേശമായി കണക്കാക്കപ്പെടുന്നു. ഒരുപാട് സിദ്ധന്മാരുടെയും സന്യാസിമാരുടെയും വാസസ്ഥലം കൂടിയാണ് കുടജാദ്രി. കുടജം എന്ന ഔഷധ സസ്യം ധാരാളമായി വളരുന്ന മലനിരകളായതുകൊണ്ടാണത്രേ കുടജാദ്രി എന്ന പേര് വന്നത്. രാമരാവണ യുദ്ധസമയത്ത് ഹനുമാൻ മൃതസഞ്ജീവനി അടങ്ങുന്ന മല ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ അടർന്നു വീണതാണ് കുടജാദ്രി എന്നും പറയപ്പെടുന്നു. ഔഷധ സസ്യജാലങ്ങളാൽ സമ്പുഷ്ടമാണിവിടം. 64 ദിവ്യ ഔഷധങ്ങളും 64 തീർത്ഥങ്ങളും കുടജാദ്രിയിലുണ്ടെന്നാണ് കരുതുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയും ഹൊസനഗര താലൂക്കിലെ നഗോഡി ഗ്രാമത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുമാണ് കുടജാദ്രി സ്ഥിതി ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 8 മാസവും കുടജാദ്രിയിൽ മഴ ലഭിക്കുന്നുണ്ട്. 500 സെന്റിമീറ്റർ മുതൽ 750 സെന്റിമീറ്റർ വരെയുണ്ട് ഇവിടത്തെ മഴയുടെ തോത്. കനത്ത മഴയുള്ള സമയത്ത് കൊടുമുടിയിൽ കയറുക എന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. കുടജാദ്രിയിൽ എത്തിച്ചേരാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന് റോഡ് മാർഗം. ഇത് ഏകദേശം 40 കിലോമീറ്ററോളം വരും. ജീപ്പാണ് പ്രധാന വാഹനം. രണ്ടാമതായുള്ളത് വനപാതയാണ്. സീസണിൽ ഇതുവഴി ധാരാളം കാൽനട യാത്രക്കാരുണ്ടാകും. കൊല്ലൂരിൽ നിന്നും ഷിമോഗയ്ക്കുള്ള വഴിയിൽ ഏകദേശം 8 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ വനപാതയുടെ തുടക്കമാകും. അവിടെ നിന്ന് ഏകദേശം 4-5 മണിക്കൂർ കൊണ്ട് കുടജാദ്രിയുടെ നിറകയിലെത്താം. പ്രകൃതി രമണീയമായ ഈ അംബാവനം ഏവരെയും ആനന്ദഭരിതരാക്കുന്നു. വൈവിധ്യമാർന്ന വൃക്ഷങ്ങളും ചെങ്കുത്തായ മലനിരകളും തികച്ചും നയനാനന്ദകരമാണ്. കുടജാദ്രിയിലേക്കുള്ള കാനന സാഹസിക പാത കുത്തനെയുള്ളതും അപകടം നിറഞ്ഞതുമാണ്. വളഞ്ഞുപുളഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ വഴികൾക്കരികിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വള്ളിപ്പടർപ്പുകളും മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചുറ്റുപാടും മൂടിക്കിടക്കുന്ന കോടമഞ്ഞും മലകയറ്റത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. മുന്നോട്ടു പോകുന്തോറും വഴി വീണ്ടും പ്രയാസമേറിയതാകുന്നു. കല്ലുകളും ചെറു പാറക്കെട്ടുകളും കുഴികളും നിറഞ്ഞ വഴികളിലൂടെ ചുറ്റിലും പ്രകൃതിയുടെ മനോഹാരിത വേണ്ടുവോളം ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരാം. യാത്രക്കിടയിലെ ഗണപതി ഗുഹ ഒരു അത്ഭുതമായി തോന്നി. ആദിമൂകാംബികാ ദേവി ക്ഷേത്രവും ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗണപതി ഗുഹയും അടുത്തടുത്തായി കാണാം. ഗണപതി ഗുഹയുടെ ഇടതുമാറി ഒറ്റവരി പാതയിൽ മുന്നോട്ട് നടന്നാൽ സർവജ്ഞപീഠത്തിലെത്താം. കുടജാദ്രിയുടെ ഉയർന്ന പ്രദേശമാണ് സർവജ്ഞപീഠം. ശങ്കരാചാര്യർ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് സർവജ്ഞപീഠം. മനസ്സിലേറെ ഭക്തിയും ആനന്ദവും നിറയ്ക്കുന്ന പുണ്യകേന്ദ്രമാണ് പൂർണ്ണമായും കല്ലിൽ കൊത്തിയെടുത്ത
ജ്ഞാനാന്വേഷണത്തിന്റെ അവസാന വാക്കായ സർവജ്ഞപീഠം. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന കാഴ്ചകളാണ് കുടജാദ്രിയിലുള്ളത്. അറിവിന്റെ വെളിച്ചത്തിലേക്കുള്ള യാത്ര ഇവിടെ പൂർണ്ണതയിലെത്തുകയാണ്. കുടജാദ്രിയും സർവജ്ഞപീഠവും നമുക്ക് പ്രദാനം ചെയ്യുന്നത് ആത്മാന്വേഷണത്തിന്റെ നേരായ മാർഗമാണ്. പിബരേ രാമരസം. കർക്കിടക മാസം രാമായണ പുണ്യമാസമായി അറിയപ്പെടുന്നു. രാമായണം എന്നാൽ രാമന്റെ അയനം. അയനം എന്നാൽ യാത്ര. അത് രാമന്റെ മാത്രം യാത്രയല്ല, സീതാദേവിയുടെയും ലക്ഷ്മണ ഭഗവാന്റെയും ഹനുമാന്റെയും രാവണന്റെയും ദശരഥന്റെയും എല്ലാവരുടെയും യാത്ര, ജീവിതയാത്ര. അതാണ് രാമായണം. ഒരു ഉത്തമനായ ചക്രവർത്തി എങ്ങനെയായിരിക്കണം, ഒരു ഉത്തമ പത്നി എങ്ങനെയായിരിക്കണം, രാജാവ് പുലർത്തേണ്ട നീതിശാസ്ത്രം എന്തൊക്കെ, ഇതെല്ലാം നമുക്ക് രാമായണത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. പഠിക്കാനേറെയുണ്ട് രാമായണത്തിൽ നിന്ന്. നമ്മളിൽ ഏവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഗർഭിണിയായ സീതാദേവിയെ ശ്രീരാമചന്ദ്രപ്രഭു എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്കും ഇതിൻ്റെ ഉത്തരം അറിയില്ല. എന്തുകൊണ്ട് അറിയില്ല എന്നാൽ രാമായണത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നില്ല എന്നത് തന്നെ കാരണം. അതിന് ശ്രീരാമചന്ദ്രപ്രഭുവിന് അദ്ദേഹത്തിൻ്റെതായ നീതിശാസ്ത്രമുണ്ട്. രാജാവ് എന്നാൽ പ്രജകളെ സംരക്ഷിക്കുന്നവനാവണം. രാജാവ് എന്നാൽ പ്രജകളെ സംരക്ഷിക്കുന്നവനാവണം. പ്രജകളുടെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാവണം. ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ദേശത്തെയോ, ഒരു ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തിനെയോ, ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തെ തന്നെയോ ഉപേക്ഷിക്കണം എന്നാണ് രാജാവിൻ്റെ നീതിശാസ്ത്രം. അതുതന്നെയാണ് ശ്രീരാമചന്ദ്രപ്രഭു സീതാദേവിയെ ഉപേക്ഷിക്കാനുണ്ടായ കാരണവും. ഇതെല്ലാം നമുക്കറിയണമെങ്കിൽ രാമായണത്തിലേക്ക് നമ്മൾ ഇനിയും ഏറെ ഇറങ്ങിച്ചെല്ലാനുണ്ട്. പിബരേ രാമരസത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പിബരേ രാമരസം. ഭാവയാമി രഘുരാമം. ഗുരുഭ്യോ നമഃ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. തൃശ്ശൂർ പ്രാദേശിക സഭയുടെ പിബരേ രാമരസം എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡിൽ ഒരു പ്രത്യേക വിഷയമാണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഭാരതത്തിൻ്റെ രാമരാജ്യസങ്കല്പം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ത്രേതായുഗത്തിൻ്റെ അവസാനത്തിലെ ശ്രീരാമചന്ദ്രൻ്റെ കഥ പറയുന്ന വാൽമീകി രാമായണത്തിലെ രാമരാജ്യസങ്കല്പവും അല്ലെങ്കിൽ രാമരാജ്യ വസ്തുതകളും ഇന്ന് ഈ നൂറ്റാണ്ടിലെ ഭാരതത്തിൻ്റെ രാമരാജ്യസങ്കല്പവും തമ്മിൽ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിലയിരുത്തുക എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ധർമ്മം. ഈ വിഷയം അല്പം ആഴവും പരപ്പും കൂടിയതായതുകൊണ്ട് എത്രത്തോളം അതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ പറ്റുമെന്ന് എനിക്ക് ആശങ്കയുണ്ട്. എന്നാലും കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചെറിയൊരു വിവരണം തരാൻ ശ്രമിക്കാം. ഗാന്ധിജി സ്വപ്നം കണ്ടത് രാമരാജ്യമായിരുന്നു. ആത്മീയതയിലൂന്നിയ, ധർമ്മത്തിലൂന്നിയ, ഭൗതിക വളർച്ച ഉണ്ടാവുന്ന ഒരു രാജ്യമായിരുന്നു ഗാന്ധിജി സ്വാതന്ത്ര്യ അനന്തര ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നത്. ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന ഭരണഘടനയും ഭരണവ്യവസ്ഥയും രാജനൈതികമായ പ്രക്രിയകളും രാഷ്ട്രീയമായ പ്രക്രിയകളൊക്കെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ആയിരിക്കണം. അതോടൊപ്പം ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആത്മീയതയിൽ ഉദ്യതമായിരിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. ഋഷി പരമ്പരകളാൽ സുചിന്തിതമായ ഒരു ധർമ്മരാജ്യ സങ്കല്പമായിരുന്നു കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം. കോസല രാജ്യം അയോധ്യ തലസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഇക്ഷ്വാകു വംശത്തിൻ്റെ അവസാന കണ്ണിയായ ദശരഥ മഹാരാജാവിൻ്റെ ലക്ഷ്യം. ധർമ്മം എവിടെ അധപ്പതിക്കുന്നോ, ധർമ്മത്തിന് എവിടെ വീഴ്ച വരുന്നോ അതിനെയൊക്കെ തരണം ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക, ധർമ്മത്തെ നിലനിർത്തുക, ധർമ്മത്തിലൂടെ രാജ്യകാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുക എന്നുള്ള ആ പ്രക്രിയയാണ് ദശരഥ മഹാരാജാവ് നടത്തിയിരുന്നതെന്ന് വാൽമീകി
രാമായണത്തിൻ്റെ മൂലകാവ്യത്തിൽ പറയുന്നുണ്ട്. കാട്ടിലേക്ക് അയക്കാൻ നിശ്ചയിക്കപ്പെട്ട രാമനെ കാട്ടിലേക്ക് അയക്കാൻ നിശ്ചയിക്കപ്പെട്ടപ്പോൾ ഭരതൻ ആ നാട്ടിലുണ്ടായിരുന്നില്ല. തൻ്റെ അമ്മയുടെ രാജ്യമായ കേകയത്തായിരുന്നു. പ്രായം കൊണ്ട് ചെറുതും കൂടുതൽ ദശരഥ രാജാവിൻ്റെ ഭരണങ്ങളെക്കുറിച്ചോ രാജ്യകാര്യങ്ങളെക്കുറിച്ചോ അറിവില്ലാത്ത ഒരാളെന്നുള്ള നിലയ്ക്കും ഭരതനെ ചില കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്ന ഒരു ഘട്ടമാണ് ഇവിടെ അയോധ്യാകാണ്ഡത്തിൽ വർണ്ണിക്കുന്നത്. തൻ്റെ ഏട്ടൻ കാട്ടിൽ കാനനവാസത്തിന് പോയി എന്നറിഞ്ഞ് ദുഃഖാർത്ഥനായ ഭരതൻ കാട്ടിൽ ചെന്ന് രാമനെ ആലിംഗനം ചെയ്യുന്നു. ശ്രീരാമൻ ഭരതനോട് പിതാവ് മരിച്ചു എന്നുള്ള വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ രാജ്യകാര്യങ്ങളെക്കുറിച്ച് ചില സൂചനകൾ കൊടുക്കുന്നുണ്ട്. ഇനി രാജ്യം ഭരിക്കേണ്ട യുവരാജാവാണ് നീ, അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് രാജ്യം ഭരിച്ചിരുന്നത് എന്ന് പറയുന്ന രൂപത്തിലാണ് അയോധ്യാകാണ്ഡത്തിലെ 6-ാം സർഗത്തിലെ ചില ശ്ലോകങ്ങൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. യഥാ മനുർ മഹാതേജ ലോകസ്യ പരിരക്ഷിത തഥാ ദശരഥോ രാജ ലോകസ്യ പരിരക്ഷിത. തഥാ ദശരഥോ രാജ ലോകസ്യ പരിരക്ഷിത. ദശരഥ രാജാവ് ലോകത്തെ ഇങ്ങനെയാണ് പരിരക്ഷിച്ചിരുന്നത്. എപ്രകാരം എന്നാൽ യഥാ മനുർ മഹാതേജ, മഹാതേജസ്വിയായ മനു മഹാരാജാവ് എങ്ങനെയാണോ രാജ്യം ഭരിച്ചിരുന്നത് ആ രീതിയിലാണ് കോസല രാജ്യത്തെ ദശരഥൻ നയിച്ചു കൊണ്ടുപോയിരുന്നതെന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദശരഥ മഹാരാജാവ് വേദജ്ഞനായിരുന്നു, സർവശാസ്ത്ര പാരംഗതനായിരുന്നു, ദീർഘദർശിയായിരുന്നു, പൗരജനപ്രിയനായിരുന്നു, മഹർഷിക്ക് തുല്യമായ ഒരു ക്ഷത്രിയനായിരുന്നു അദ്ദേഹം. ത്രിലോകവിശ്രുതനായ, ബലവാനായ, മിത്രങ്ങളെ സ്നേഹിക്കുന്ന, ജിതേന്ദ്രനായ മഹാരാജാവ്. ധനധാന്യ സമൃദ്ധി കൊണ്ട് രാജ്യവും രാജധാനിയും ഒക്കെ സമ്പന്നവും സമ്പുഷ്ടവുമായിരുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ തുടർന്നുള്ള ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. മഹാരാജാവിന് വേണ്ട മറ്റു ചില ഗുണങ്ങളുണ്ട്. ത്രിവർഗ അനുസാരിയായി രാജ്യം ഭരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ഭരിച്ചിരുന്നു മഹാരാജാവ്. എങ്ങനെയാണ്? ഉത്സാഹശക്തി, മന്ത്രശക്തി, പ്രഭുശക്തി ഇവയൊക്കെ സമ്പന്നമായിരുന്നു എന്നാണ് ഈ ത്രിവർഗ അനുസാരിയായി ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം അതുപോലെ ത്രിവിദ്യയിൽ നിപുണനായിരുന്നു. 3 വിദ്യകൾ, ത്രയീ, വാർത്ത, ദണ്ഡനീതി, ഇങ്ങനെതാണ് 3 വിദ്യകൾ. ത്രയീ എന്ന് പറഞ്ഞാൽ 3 വേദങ്ങളിലുള്ള അറിവ്, വാർത്ത എന്ന് പറഞ്ഞാൽ കൃഷി, കച്ചവടം, മൃഗസംരക്ഷണം മുതലായവ, നീതി നിർവഹണം, ന്യായപാലനം തുടങ്ങിയ ദണ്ഡനീതി, ഇതൊക്കെയായിരുന്നു മഹാരാജാവിൻ്റെ ഗുണങ്ങൾ അഥവാ വൈശിഷ്ട്യങ്ങൾ എന്നാണ് അതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. ഈ രാജാവ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ പ്രജകളും എങ്ങനെയായിരിക്കണം എന്ന്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് വാൽമീകി. തസ്മിൻ പുരവരേ ഹൃഷ്ട ധർമാത്മാനോ ബഹിശ്രുത നരാസ്തുഷ്ട ധനൈസ്വൈർ ലുബ്ധ സത്യവാദിക. ഇങ്ങനെയാണ് ആ വർണ്ണനകൾ. ഇങ്ങനെ 19 ശ്ലോകം കൊണ്ടാണ് അത് വർണ്ണിച്ചു തരുന്നത്. ജനങ്ങൾ ധർമാത്മാക്കളായിരുന്നു, തൃപ്തരും സത്യവാദികളുമായിരുന്നു, സ്വപ്രയത്നം കൊണ്ട് ധനധാന്യങ്ങൾ സംഭരിച്ചു വച്ചിരുന്നവരായിരുന്നു. ധാന്യങ്ങളും പശു സംരക്ഷണമൊക്കെ ആയിരുന്നു അവരുടെ സമ്പാദ്യശീലങ്ങൾ. അവരുടെ സമ്പത്തിൽ അവർ തൃപ്തരായിരുന്നു, ധാരാളം ദാനം ചെയ്തിരുന്നു, ദാനം സ്വീകരിക്കാൻ മടി കാണിച്ചിട്ടുള്ളവരുമായിരുന്നു എന്നാണ്. ആ നാട്ടിൽ അന്ന് കള്ളന്മാരോ അസൂയാലുക്കളോ സദാചാരരഹിതരായിട്ടുള്ള ആളുകളോ നാസ്തികരോ നുണയന്മാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് വാൽമീകിയുടെ ഈ പദത്തിൽ നിന്ന്, ഈ ശ്ലോകങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തത് കോസല രാജ്യത്തെ മന്ത്രിമാരെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം 7-ാം സർഗത്തിൽ 1 തൊട്ട് 22 വരെയുള്ള ശ്ലോകങ്ങളിലാണ് കോസല രാജ്യത്തെ മന്ത്രിമാരെക്കുറിച്ച് വാൽമീകി പറയുന്നത്. അഷ്ടേ ബഭുർവീരസ്യ തസ്യ മാത്യാജശസ്വിന ശുചേശ്ചാൻ അനുരക്താശ്ച രാജകൃത്യേഷു നിത്യശ. 8 മന്ത്രിമാരാണ് പ്രധാനമായിട്ട് അമാത്യന്മാർ. 8 മന്ത്രിമാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ട്. ആ 8 പേർക്കും 8 മന്ത്രിമാരും എങ്ങനെയുള്ളവരായിരുന്നു? അനുരക്താശ്ച രാജകൃത്യേഷു നിത്യശ.
രാജ്യകാര്യങ്ങളിൽ അനുരക്തരായി രാജ്യം ഭരിച്ചിരുന്നവരാണ്. ഇഷ്ടപ്പെട്ട് വളരെ താല്പര്യത്തോടു സന്തോഷത്തോടു കൂടിയാണ് അവരവരുടെ കർമ്മങ്ങൾ, അവരുടെ ധർമ്മങ്ങളൊക്കെ നിർവഹിച്ചു വന്നിരുന്നതാണ്. മന്ത്രിമാർ രാജാവിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കുക, അവരാണല്ലോ മന്ത്രിയുടെ ഉത്തരവാദിത്വം. ഇന്നത്തെ മന്ത്രിമാർ അങ്ങനെയല്ല. ഇന്നത്തെ മന്ത്രിമാർ തീരുമാനങ്ങളെടുക്കുന്നവരാണ്. എക്സിക്യൂട്ട് ചെയ്യണത് IAS, IPS, IFS മുതലായിട്ടുള്ള അതാണ് ജനാധിപത്യ രാജ്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് രാജാവ് എന്ന സങ്കല്പം സർക്കാരാണ്, മന്ത്രിമാരാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കൃത്യനിർവഹണങ്ങൾ ഒക്കെ നടത്തി വന്നിരുന്നത്. ആ വീരനായ ദശരഥ മഹാരാജാവിന് അദ്ദേഹത്തെ പോലെ തന്നെ പരിശുദ്ധന്മാരും രാജ്യകാര്യങ്ങളിൽ അനുരക്തരായവരുമായ 8 മന്ത്രിമാരുണ്ടായിരുന്നു. അവരൊക്കെ വിദ്യാവിനീതരായിരുന്നു, കുശലമായ നേതേന്ദ്രിയന്മാരായിരുന്നു. വിദ്യാവിനീതാഹൈമന്ത കുശലാതേതേന്ദ്രിയ ശ്രീമന്തശ്ച മഹാത്മാന ശാസ്ത്രജ്ഞ ദൃഢവിക്രമ കീർത്തിമന്ത പ്രണിഹിത യഥാ വചനകാരിണ ക്ഷമായശപ്രാപ്ത സ്മിതപൂർവാദിഭാഷിണ ക്രോധാത് കാമാർത്ഥഹോതോർവ ന ബ്രൂയോർ അനൃതം വച. വിദ്യാവിനീതന്മാർ, അഭിമാനമുള്ളവർ, ജിതേന്ദ്രിയന്മാർ, വൈദഗ്ധ്യമുള്ളവർ, ശ്രീയുള്ളവർ, ശാസ്ത്ര വിജ്ഞാനന്മാർ, ദൃഢവിക്രമന്മാർ, ഇങ്ങനെയാണ് അവരുടെ ആ അലങ്കാരങ്ങൾ പോണത്. അവരുടെ കേമത്വങ്ങളിങ്ങനെ എഴുതി വയ്ക്കുകയാണ്. കീർത്തിശാലികളായ, ചെയ്യുന്നതിൽ അല്പം പോലും പിഴവ് പറ്റാത്തവർ, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവർ, അതാണ് യഥാ വചനകാരിണ. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവരാണ്. അല്പം പോലും ക്രോധം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ ആർത്തി കൊണ്ടോ അസത്യം പറയാത്തവർ, അതാണ് ആ മന്ത്രിമാരുടെ മറ്റൊരു പ്രത്യേകത. ഇന്നത്തെ കാലമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അത് എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് വെക്കുക. അവനവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടോ അവനവൻ്റെ കോപം വന്നാലൊന്നും ഇവർ അസത്യം പറയാറില്ല. മാത്രമല്ല മറ്റുള്ളവരുടെ പ്രവൃത്തികളൊക്കെ ചാരചക്ഷസ്സുകളെ കൊണ്ട് പോലും നിരീക്ഷിക്കുന്നതാണ്. ഒരു സ്പൈ വർക്കിലൂടെയാണ് അവർ ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ ധർമ്മങ്ങൾ വിലയിരുത്തി കൊണ്ടുവന്നിരുന്നു. അവർക്ക് വ്യവഹാര വിദഗ്ധന്മാരായിരുന്നു. കഴിയുന്ന തർക്കപരിഹാരങ്ങളൊക്കെ തീർക്കാൻ മിടുക്കന്മാരായിരുന്നു. കേസ് വാദിക്കാൻ മിടുക്കന്മാരായിരുന്നു. രാജ്യത്ത് തർക്കമുണ്ടെങ്കിൽ ആ മന്ത്രിതലത്തിൽ തന്നെ അത് തീർപ്പ് കൽപ്പിക്കുന്നൊരവസ്ഥ. ശത്രുവിനെ പോലും തെറ്റ് ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ള വലിയൊരു ധർമ്മനീതി കൊണ്ടു നടന്നവരാണ് അവരൊക്കെ. അങ്ങനെ ഒന്നിച്ച് കൂടിയാലോചിച്ചിട്ടാണ് എല്ലാ വകുപ്പുകളും ഒന്നിച്ച് കൂടിയാലോചിച്ചിരുന്നിട്ടാണ് മന്ത്രിമാർ തൻ്റെ കാര്യങ്ങൾ, തൻ്റെ രാജ്യകാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്തിരുന്നത് എന്നാണ്. അവിടെ തീർന്നില്ല. ഇനി ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തെക്കുറിച്ച്, ധനവിനിയോഗത്തെക്കുറിച്ചൊക്കെ ഇവിടെ വാൽമീകി ശ്രീരാമനെ കൊണ്ട് ഭരതനോട് പറഞ്ഞു കൊടുപ്പിക്കുന്നുണ്ട്. നാളെ നാട് ഭരിക്കേണ്ടവനാണല്ലോ ഭരതൻ. അതുകൊണ്ട് വരവ് കൂടുതലും ചിലവ് കുറഞ്ഞുമായിരിക്കണം. എപ്പോഴും ഖജനാവ് നിറഞ്ഞിരിക്കണം, വരവ് കൂടുതലായിരിക്കണം, ചിലവ് കുറഞ്ഞായിരിക്കണം. സമ്പത്ത് അപാത്രങ്ങളിൽ വന്നു ചേരരുത്. അനുയോജ്യരല്ലാത്തവരിൽ പണം വന്നാൽ ആ പണത്തെ ദുർവിനിയോഗം ചെയ്യപ്പെടും. അവനവൻ്റെ സ്വാർത്ഥകാര്യങ്ങൾക്ക് മാത്രമല്ല രാജ്യവിരുദ്ധ പ്രവർത്തികൾക്ക് പോലും ഈ പണങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അന്നൊക്കെ ചെയ്തിരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പണം ഒരു അനാവശ്യമായ കേന്ദ്രങ്ങളിൽ അനർഹരായവരുടെ കയ്യിൽ അനധികൃതമായി പണം വരുമ്പോൾ ഉണ്ടാവുന്ന വിപത്തുകൾ മുൻകൂട്ടി തന്നെ നമുക്ക് ഈ രാമായണത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ ആയിരിക്കാം ഗാന്ധിയുടെ സ്വപ്നത്തിലെ രാമരാജ്യം എന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട്. അഴിമതിയോ ധൂർത്തോ ധനാപഹരണമോ ഉണ്ടായിരുന്നില്ല. ഉള്ളവർക്ക് കടുത്ത ശിക്ഷ കൊടുത്തിരുന്നു. ഖജനാവിൻ്റെ ചോർച്ച തടഞ്ഞിരുന്നു. രാജ്യകാര്യങ്ങളിൽ ആസ്തിക്കനുസരിച്ചിട്ടാണ് രാജ്യകാര്യങ്ങളിൽ എങ്ങനെ നടത്തണം തീരുമാനിച്ചത്. ഇല്ലാത്ത പണം ഉപയോഗിച്ച് വലിയ വലിയ പദ്ധതികൾ ചെയ്യില്ല. അഥവാ ചെയ്യുകയാണെങ്കിൽ എളുപ്പം തീർക്കാവുന്നതും ഉടൻ ഫലം കിട്ടുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണം പണം ചെലവ് ചെയ്യാനെന്ന് രാമൻ ഭരതന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലവ് കുറഞ്ഞ് ലാഭമേറിയതുമായ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ഇങ്ങനെ ധനവിനിയോഗത്തെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു കൊടുക്കണതെന്ന് നോക്കൂ. ഇനി രാഷ്ട്രസുരക്ഷയെക്കുറിച്ച്, യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും പോലും ഈ അയോധ്യാകാന്ഡത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജ്യത്തിന് ശക്തമായ സൈന്യം വേണം. സൈന്യത്തിന് അതിലും യോഗ്യനായൊരു സൈന്യാധിപൻ വേണം.
സൈന്യാധിപൻ ശൂരനായിരിക്കണം, ബുദ്ധിമാനായിരിക്കണം, കോസലില്ലാത്തവനായിരിക്കണം, കുലീനനായിരിക്കണം, സമർത്ഥനായിരിക്കണം. ഇങ്ങനെ ഒരു വലിയൊരു സൈന്യത്തെ നയിക്കാനുള്ള എല്ലാ യോഗ്യതകളും അവിടെ വിദ്യാഭ്യാസം, ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയല്ല, വ്യക്തിയുടെ നൈപുണ്യം, വ്യക്തിയുടെ സാമർഥ്യം, വ്യക്തിയുടെ സത്യസന്ധത, ഇതൊക്കെയാണ് സൈന്യാധിപൻ ആവശ്യം. രാജ്യത്തിൻ്റെ സുരക്ഷയാണല്ലോ അവരുടെ കയ്യിലുള്ളത്. അതുപോലെ പരാക്രമശാലികളും ബുദ്ധിശക്തിയുള്ളവരും യുദ്ധവിശാരദന്മാരുമായിട്ടുള്ള സൈന്യസന്നാഹങ്ങളെ ഒരുക്കണം. അത്യധികം ബലവും പരിശീലനം കിട്ടിയതും ലക്ഷണമൊത്തതുമായ ആന, കുതിര, തേരുകൾ അതൊക്കെ ഉണ്ടാക്കണം, നിലനിർത്തണം. സൈന്യത്തിന് ഉയർന്ന ശമ്പളം, സുരക്ഷിതമായ താമസ താവളങ്ങൾ, കോട്ടകൾ, ഭക്ഷണം, വെള്ളം ഇതൊക്കെ കൊടുക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷ സൈന്യത്തിൻ്റെ കയ്യിലാവുമ്പോൾ അവരെ വേണ്ടത്ര പരിചരിക്കണമെന്ന് രാമായണം പറഞ്ഞു തരുന്നുണ്ട്. ശ്ലോകം 21-22 യുദ്ധതന്ത്രം. അവേക്ഷമാണ് ആശ്ചര്യേണ പ്രജാധർമ്മേണ രക്ഷയൻ പ്രജാനാം പാലനം കൂർവൻ അധർമ്മം പരിവർജയൻ. അങ്ങനെയാണ്. അധർമ്മം പരിവർജയൻ, ചാരക്കണ്ണുകൾ കൊണ്ട് സൂക്ഷിച്ചു നോക്കി പ്രജകളെ സംരക്ഷിക്കണം, ധർമ്മം കൊണ്ട് സംരക്ഷിക്കണം. അതാണ് അവിടെ ചക്ഷസ് വേണം എന്ന് പറയാൻ കാരണം. അധർമ്മത്തിലൂടെ ചെയ്യുന്നവനെ ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം, ശിക്ഷിക്കേണ്ടവർക്ക് ശിക്ഷിക്കണം. അങ്ങനെ അധർമ്മത്തെ പരിത്യജിച്ചു വേണം ഈ യുദ്ധതന്ത്രങ്ങളൊക്കെ മനസ്സിൽ കാണാം. അങ്ങനെ 3 ലോകത്തിനും വിശ്രുതനായ രീതിയിൽ ആവണം സൈന്യങ്ങളും സൈന്യാധിപനും സേനാനികളൊക്കെ എന്നാണ് പറഞ്ഞു വരുന്നത്. ശത്രുപക്ഷത്തെ പഠിക്കണം. എടുത്തു പറയുന്നു, ശത്രുപക്ഷം എന്ന് പറയുമ്പോൾ രാജാവുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, യുവരാജാവുണ്ടാവും. അവരൊക്കെ നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ നോക്കിയിരിക്കുന്നവരാണ്. അതുപോലെ അവരുടെ ജയിൽ മേധാവി, ട്രഷറി നോക്കുന്ന ആൾ, സന്ദേശവാഹകന്മാർ, അതൊക്കെ രാജഭരണകാലത്തിൻ്റെ പ്രത്യേകതയാണ്. ന്യായാധിപൻ, ഗ്രാമമുഖ്യൻ, പട്ടാളത്തിന് ശമ്പളം കൊടുക്കുന്നവർ ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നഗരപാലകൻ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലീസ്, ഇവരൊക്കെ ഈ പറഞ്ഞ 19 പേരെ സൂക്ഷ്മദൃഷ്ടിയോടുകൂടി, ചാരദൃഷ്ടിയോടുകൂടി തന്നെ അറിഞ്ഞ് പഠിച്ചു വച്ചിരിക്കണം. മിത്രപക്ഷത്തെയും വേണം, അതിൽ രാജാവ് ഒഴികെ. ആ രാജ്യത്തിൻ്റെ സേനാനികളെയും പോലീസുകാരെയും ട്രഷറി നോക്കുന്നവരെയൊക്കെ പോലും ഇതുപോലെ നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഒരു ചാരക്കണ്ണ് അവരുടെ മേലും ഉണ്ടായിരിക്കണം എന്ന് സൈന്യ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനിയുള്ളത് ഇവിടെ നീതി എങ്ങനെ നടപ്പിലാക്കാം, നീതി മന്ത്രിവർണ്ണ എന്ന അധ്യായത്തിൽ 11, 12, 13, 14 ശ്ലോകങ്ങളിൽ അതൊക്കെ പറയുന്നുണ്ട്. ഒന്ന്, കൃത്യമായിരിക്കണം രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ. ധനികരും ദരിദ്രർക്കും തുല്യനീതിയായിരിക്കണം. നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. ധർമ്മമുള്ളിടത്ത് വിജയമുണ്ടാവണം. നിഷ്കർഷിക്കുകയാണ് രാമൻ ഭരതനോട്. തൻ്റെ അച്ഛൻ അങ്ങനെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. ധർമ്മം നമ്മളെ രക്ഷിക്കും. നാം ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മോ രക്ഷതി രക്ഷിതാഹ എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ എന്നുള്ള ആപ്തവാക്യങ്ങളൊക്കെ അതിൻ്റെ ചുവട് പിടിച്ച് നമുക്ക് ബലപ്പെടുത്താവുന്നതാണ്. അതുപോലെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരൊക്കെ എല്ലായ്പ്പോഴും സുരക്ഷിതരായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു ക്ഷേമരാഷ്ട്രമായിരിക്കണം നീതി നിർവഹണത്തിലൂടെ രാജ്യത്തെ കെട്ടിപ്പടുക്കേണ്ടത്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ രാമായണത്തിൻ്റെ വരികളിൽ നിന്ന് കിട്ടുന്നത്. രാജാവ്, മന്ത്രിമാർ, ധനവിനിമയം, യുദ്ധതന്ത്രങ്ങൾ, നീതി ന്യായങ്ങൾ നടപ്പിലാക്കലൊക്കെ പറഞ്ഞതൊക്കെ കൂട്ടി നോക്കിയിട്ടാണ് ആധുനിക നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനകളൊക്കെ എഴുതിയുണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അത് പല രാജ്യത്തിന് പല മീമാംസകൾ, പല തത്വശാസ്ത്രങ്ങൾ, പല ധനകാര്യ വ്യവസ്ഥകളൊക്കെ പഠിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ജനാധിപത്യം എന്ന ആ ഒരു സംജ്ഞയുടെ അർത്ഥം ഒരു പ്രത്യേക രാഷ്ട്രീയ വ്യവസ്ഥയല്ല. ജനങ്ങൾക്ക് തുല്യ അവകാശമുള്ള, തുല്യ നീതി കിട്ടുന്ന, തുല്യ സ്വാതന്ത്ര്യമുള്ള, മൂല്യങ്ങളുള്ള ഒരു രാമരാജ്യമായിരിക്കണമെന്നാണ് ജനാധിപത്യം എന്നുള്ള സങ്കല്പത്തിൽ ഗാന്ധിജി ഉയർത്തി കാണിച്ചത്. അപ്പോൾ ഈ രാജ്യത്ത് ആവശ്യമുള്ളത് സമത്വം, ജാതി മത ലിംഗഭേദമന്യേ എല്ലാവരും തുല്യരായി പരിഗണിക്കപ്പെടണം.
അനീതികളെ മാറ്റാനായി അനീതികളെ മാറ്റണം. അത് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കണം ആ നിയമം ആരും നിയമത്തിന് അതീതരല്ല എന്ന നീതിന്യായ വ്യവസ്ഥ നമ്മുടെ ആധുനിക ഭാരതത്തിൻ്റെ ഭരണഘടനയിലും ഉണ്ട്. കോടതിയൊക്കെ അതാണ് എപ്പോഴും പറയുന്നത്, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ആ ധർമ്മ അടിസ്ഥാനമായ തീരുമാനം. അതുപോലെ ഗാന്ധി എപ്പോഴും പറയാറുണ്ടല്ലോ, അഹിംസ. അത് ഈ നമ്മുടെ അയോധ്യാകാന്ഡത്തിലെ ആ വരികളിലൂടെ നമുക്ക് മനസ്സിലാവും. അക്രമം സംഘർഷം മുതൽ ഇല്ലാതാക്കാൻ സമാധാന മാർഗം സ്വീകരിക്കണം എന്നായിരുന്നു രാമരാജ്യ സങ്കല്പം. അതാണ് അധർമ്മം കാണുന്നിടത്തൊക്കെ അപ്പോൾ തന്നെ അതിനെ തിരുത്തി ധർമ്മത്തിൻ്റെ മാർഗത്തിൽ കൊണ്ടുവരിക. അവിടെ അതുപോലെ സത്യാഗ്രഹം, നിരാഹാരം, ആത്മനിയന്ത്രണം ഇതൊക്കെ അഹിംസയിലൂടെ കാര്യനിർവഹണത്തിനുള്ള മാർഗങ്ങളായി, അല്ലെങ്കിൽ കാര്യങ്ങൾ നേടുന്നതിനുള്ള മാർഗങ്ങളായി നമ്മുടെ ഭാരതവും കണ്ടുവരുന്നു. സ്വയംഭരണത്തെക്കുറിച്ചും ആധുനിക ഇന്ത്യ ചിന്തിച്ചിട്ടുണ്ട്. ജനങ്ങൾ സ്വയം ഭരണ ശേഷി ഉള്ളവരാവണം, സ്വയം പര്യാപ്തരുള്ളതാവണം. അവനവൻ്റെ തൊഴിലെടുത്ത് അവനവന് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തുകളൊക്കെ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കണം. അവരവരുടെ പ്രശ്നങ്ങളൊക്കെ അവരവർ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം എന്നാണ്, അവർ തന്നെ പരിഹാരം കാണണമെന്നാണ്. അതുപോലെ കൂട്ടായ പദ്ധതികൾ, സഹകരണം, കൃഷി, വിൽപ്പന മുതലായ കാര്യങ്ങളൊക്കെ ആധുനിക ലോകത്തുള്ളതൊക്കെ ഈ സ്വയംഭരണ അവസ്ഥയിലേക്ക് ഭാരതത്തെ എത്തിക്കാനുള്ള പദ്ധതികളായിരുന്നു. അതുപോലെ അഭിവൃദ്ധി, പ്രോസ്പെരിറ്റി, അടിസ്ഥാന ആവശ്യങ്ങൾക്കൊക്കെ ധനം ലഭ്യമാക്കണം, അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അന്ന് തന്നെ മഹാരാജാവ് കോസല രാജ്യത്ത് നിഷ്കർഷിച്ചിരുന്ന സംവിധാനങ്ങളൊക്കെ ആധുനിക ഭാരതത്തിൽ വേണമെന്ന് ഗാന്ധിജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ ധാർമ്മിക ആത്മീയ മൂല്യങ്ങളെ ഊന്നിയിട്ട് വേണം ഏത് ഭരണഘടനാ നിയമങ്ങളും എഴുതി ഉണ്ടാക്കാനെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നു. മാത്രമല്ല സമൂഹത്തിന് ഒരു അധികാര വികേന്ദ്രീകരണം, സമൂഹത്തിലെ ഓരോ ആളുകളും ഇവിടുത്തെ പ്രജകളൊക്കെ ഈ അധികാരത്തിൻ്റെ ഗുണഭോക്താക്കളാണ്. അതിനെങ്ങനെയാണ് ചെയ്യുക? താഴെ തലത്തിലേക്ക് അധികാരങ്ങളെ വിനിയോഗിക്കപ്പെടണം. നമ്മളറിയാം, നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന രാജ്യം, അവിടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ, ഓരോ സംസ്ഥാനത്തിനും വിവിധ ജില്ലകളുടെ ഉള്ളിൽ കുറേ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അങ്ങനെ പഞ്ചായത്തി രാജ് എന്നൊക്കെ പറഞ്ഞ് അടുത്തിടയ്ക്കാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. രാജീവ് ഗാന്ധിയൊക്കെ ഭരിക്കുന്ന കാലത്താണ്. അന്ന് അത് നമ്മുടെ അയോധ്യയിലെ രാജാവിന് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ അധികാര വികേന്ദ്രീകരണം ഉണ്ടാവണം. അതാണല്ലോ രാജാവിൻ്റെ തീരുമാനങ്ങൾ മന്ത്രിമാരിലൂടെ നടപ്പിലാക്കിയതൊക്കെ. അങ്ങനെ ഗ്രാമസഭകളും പഞ്ചായത്തുകളൊക്കെ ഭരണ തീരുമാനങ്ങൾ എടുക്കാനും സ്വയം ഭരിക്കാനും പ്രാപ്തരായിട്ടുള്ളവരായി തീരണം. അങ്ങനെ സമ്പത്ത് ലക്ഷ്യമാക്കാതെ, അല്ലെങ്കിൽ സമ്പത്ത് കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട് ധർമ്മത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പൊതുഭരണമായിരിക്കണം നമ്മുടെ ഭാരതത്തിനുണ്ടാവേണ്ടത് എന്നാണ് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കളൊക്കെ സ്വപ്നം കണ്ടിരുന്നത്. വഴിയിൽ എവിടെയൊക്കെ ചില ചോർച്ചകൾ, അല്ലെങ്കിൽ ചില അപാകതകളും ചില അധർമ്മങ്ങളൊക്കെ കയറിപ്പറ്റി അതിൻ്റേതായ ഭവിഷ്യത്തുകൾ രാജ്യത്തിനുണ്ട്. ഇപ്പോഴാണ് രാമരാജ്യത്തിൻ്റെ സങ്കല്പത്തിൻ്റെ പ്രാധാന്യം ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. തൽക്കാലം ഈ പ്രഭാഷണം ഇവിടെ നിർത്തട്ടെ. നമസ്തേ. രാമരസം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം
രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. യുദ്ധകാന്ഡം. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേ താനുമെങ്കില ത്രൈവ സന്തുഷ്ടനായി മംഗളദേവതയാക്കിയ സീതയാ മംഗള സ്നാനവുമാചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങു നാളെയങ്ങോട്ടെഴുന്നള്ളിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവൻ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതനെ അയോധ്യയിലാദിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിതു. ഞാനവൻ തന്നോടു കൂടിയൊഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതിലല്ലോ ചെന്നൊരു രാജ്യത്തിൻ വാഴ്കയെന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും നൂനമവനോടു കൂടിയേയാവിതു എന്നു 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ എന്നാലവൻ വഗ്നിയിൽ ചാടി മരിക്കുമേ പിറ്റേനാൾ എന്നതു കൊണ്ടുഴറുന്നിതു ഞാനിഹ വന്നു സമയവുമേറ്റമടുത്തതു. ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായ്കയുമില്ലമേ സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കട വീരരെയൊക്കവേ സാദരം. പ്രീതിയവർക്കു വന്നാൽ എനിക്കും വരും പ്രീതിയതീനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ബലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ. പാനാശന രത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാരം വരും വണ്ണം പൂജയും ചെയ്തു കപികളുമായി ചെന്നു. രാജീവനെ നേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമ അയോധ്യയ്ക്കുള്ള വാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രീഞ്ചരാധിപ നിത്യമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ പൗലസ്ത്യയാനതും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കബീവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേ തഥാ മിത്രബിംബം കണക്കേ തഥാ ദാസനം ഉത്സഗസ്വീപ്നി വിന്യസീതാം ഭക്തവത്സലന്നാലുദിക്കും പുനരാലോക്യവത്സേ ജഗന്മജേഷു ശൃണു വല്ലഭേ സൽസേവിതേ സരസീരുഹലോചനെ പശ്യ ത്രികുടാചലോത്തമാം
ഗസ്തിദം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാംഗണം കാൺകതിൻ ഇലിംഗുശോണിത കർദമമാം സാധിപൂർണം ഭയങ്കരം അത്രൈവ വാനര രക്ഷസംനാൾ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം അത്രൈവ രാവണൻ വീണു മരിച്ചിതെന്നെ ശ്രമേറ്റുത്തതേ നിന്നുടെ കാരണം കുംഭകർണൻ മകരാക്ഷ അനുമെന്നുടെ അമ്പു കൊണ്ടത്ര മരിച്ചിതു വല്ലഭേ വൃത്രാ രിജിത്തു മതികാനയും പുനരത്രേ സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു പിന്നെയും മറ്റുള്ള കൗണപന്മാരെ ഏകാഭികൾ കൊന്നിടിനാൻ സേതു ബന്ധിച്ചതും കാണെടോ സാഗരേ ഹേതു ബന്ധിച്ചത് അതിനു നീയല്ലയോ സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചപാതക നാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം കണ്ടാലും അങ്ങനെ തിനത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നഗഭൂഷണൻ തന്നെ വണങ്ങു നീ അത്ര വന്നെന്ന ശരണമായി പ്രാപിച്ചി ഇതുത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കരനെത്രേ പുരോഫുവി കാണെടോ കിഷ്കിണ്ടയാകും കപീന്ദ്രപുരിമിമാം ശ്രുത്വാ മനോഹരം ഭർത്വവാക്യം മുദാ പൃഥ്വീസുതയുമപേക്ഷിച്ചിത അന്നേരം താരാദിയായുള്ള വാനര സുന്ദരീമാ ആരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം കൗതൂഹലമയോധ്യ പുരിവാസിനം ചേതസി പാരമുണ്ടായി വരും നിർണയം വാനര വീരരു മൊട്ടു നാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഫാർദ്യവിയോഗ്യജ ദുഃഖമിന്നേനോള മിത്രിലോക തിങ്കളാരി ആരറിഞ്ഞിടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭന്മാരും അന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലു ഉള്ള കൂതമപ്പോൾ അറിഞ്ഞു വിമാനവും ശോണിതലം നോക്കി മന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘുതമൻ വാനര വീരരെ നിങ്ങൾ നിജ മാനിനിമാരെ വരുത്തുവിനെ ഏരവും മർക്കട വീരരു കേട്ടു മോദേന കിഷ്കിണ്ട പുക്കു നിജാഗനമാരെയും പോകെന്നു പിബരേ രാമരസം എല്ലാവർക്കും നമസ്കാരം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. പിബര രാമരസത്തിലെ ഇന്നത്തെ എപ്പിസോഡിൽ കഥ രാഘവീയത്തിൽ നമുക്ക് ജനക മഹാരാജാവിനെ പരിചയപ്പെടാം. വിദേഹ രാജ്യത്തെ രാജാക്കന്മാരെയാണ് ജനകൻ അഥവാ ജനക മഹാരാജാവ് എന്ന് വിളിക്കുന്നത്. ഭാരതീയ ഇതിഹാസകാവ്യമായ രാമായണത്തിൽ വിദേഹ രാജ്യത്തെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രം ജനകന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായ ശ്രീരഥജനാണ്. രാമായണത്തിലെ നായികയായ സീതയുടെ പിതാവാണ് ഈ ജനകൻ.
ബൃഹദാരണ്യകോപനിഷത്ത്, മഹാഭാരതം എന്നിവയിലും ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ജനക മഹാരാജാവിൻ്റെ സഹധർമ്മിണി സുനയനയാണ്. മക്കൾ സീത, ഊർമിള. സീരം എന്നാൽ കലപ്പ എന്നാണ് അർത്ഥം. സീരധ്വജൻ എന്നാൽ കലപ്പ കൊടി അടയാളമാക്കിയിട്ടുള്ളവൻ എന്നർത്ഥം. മിഥില ആസ്ഥാനമായ വിദേഹ രാജ്യത്തിൻ്റെ അധിപനാണ് ഇദ്ദേഹം. നിലം ഉഴുതുമറിക്കുമ്പോൾ ഉഴവുചാലിൽ നിന്നാണ് ഇദ്ദേഹത്തിന് രാമായണത്തിലെ നായികയായ സീതയെ ലഭിക്കുന്നത്. പിന്നീട് സ്വന്തം പുത്രിയായി വളർത്തി. ധീരതയോടൊപ്പം ശാസ്ത്രം, വേദം എന്നിവയിൽ അഗാധ ജ്ഞാനവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഋഷിമാരുടെ നിലയിലേക്ക് ഉയർന്ന രാജാവായതിനാൽ ഇദ്ദേഹത്തെ രാജർഷി എന്നും വിളിച്ചു പോന്നു. യാജ്ഞവൽക്കിൻ്റെ ഏറ്റവും ഇഷ്ടശിഷ്യനായിരുന്ന ഇദ്ദേഹത്തെയാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ കർമ്മയോഗത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി വർണ്ണിക്കുന്നത്. വിദേഹ രാജ്യത്തെ രാജാക്കന്മാരെയാണ് ജനകൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഇക്ഷ്വാകുവിൻ്റെ 3 പുത്രന്മാരാണ് ദണ്ഡൻ, വികുക്ഷി, നിമി. നിമി ഒരു യാഗം ചെയ്യുവാൻ വസിഷ്ഠനെ ആചാര്യനായി തീരുമാനിച്ചു. വേറൊരു യാഗം ചെയ്യുകയായിരുന്നുകൊണ്ട് കുറച്ച് ദിവസം സമയം വേണമെന്നും അത് കഴിഞ്ഞ് നടത്താമെന്നും വസിഷ്ഠൻ പറഞ്ഞു. സമയം ലഭിച്ചപ്പോൾ വസിഷ്ഠൻ നിമിയുടെ രാജധാനിയിൽ ചെന്നു. പക്ഷെ നിമി ഗൗതമ മഹർഷിയെ ആചാര്യനായി വരിച്ച് യാഗം നടത്തി കഴിഞ്ഞിരുന്നു. വസിഷ്ഠൻ കോപിച്ച് നിമി വിദേഹൻ ആയിത്തീരട്ടെ, അല്ലെങ്കിൽ ശരീരമില്ലാത്തവനാകട്ടെ എന്ന് ശപിച്ചു. നിമി തൽക്ഷണം മരിച്ചു വീണു. നിമിക്ക് പുത്രന്മാർ ഇല്ലാഞ്ഞതുകൊണ്ട് ഋഷിമാർ നിമിയുടെ ദേഹത്തെ മഥനം ചെയ്ത് ഒരു കുട്ടിയെ ജനിപ്പിച്ചു. മഥനം ചെയ്ത് ജനിച്ചവരാകയാൽ ആ കുട്ടിക്ക് മിഥി ജനകൻ എന്ന് പേരിട്ടു. പിന്നെ മിഥിയുടെ വംശത്തിൽ ജനിച്ച എല്ലാവരും ജനകനെന്ന് അറിയപ്പെടുന്നു. മിഥി സ്ഥാപിച്ച നഗരമായതുകൊണ്ട് മിഥില എന്നും മിഥിലാപുരി എന്നും ഇതിന് പേരുണ്ടായി. നിമിയുടെ ശാപം മുതൽ നിമി വംശത്തിലെ രാജാക്കന്മാരെ വിദേഹരെന്നും ആ രാജ്യത്തെ വിദേഹമെന്നും അറിയപ്പെട്ടു. സീരധ്വജൻ എന്ന ജനക മഹാരാജാവിൻ്റെ മകൾ സീതയെ ശ്രീരാമനും ഊർമിളയെ ലക്ഷ്മണനും വിവാഹം കഴിച്ചു. സീരധ്വജന് കുശധ്വജൻ എന്നൊരു സഹോദരനുണ്ടായിരുന്നു. ആ കുശധ്വജൻ്റെ പുത്രിമാരാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും. അവരെ യഥാക്രമം ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ വിവാഹം കഴിച്ചു എന്ന് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡം 71 സർഗത്തിൽ പറയുന്നുണ്ട്. വേറൊരു കഥ പറയാം. സീത ലങ്കയിൽ രാവണന് തടങ്കിൽ കഴിയുന്ന അവസരത്തിൽ സീതയെ വശമതയാക്കുവാൻ വേണ്ടി രാവണൻ മരുത്തൻ എന്നൊരു മായാവിയെ ജനക മഹാരാജാവിൻ്റെ വേഷം കെട്ടിച്ച് സീതയുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. അച്ഛൻ എന്ന ഭാവത്തിൽ കൃത്രിമ ജനകൻ എന്തു ചെയ്തു? സീതാദേവിയെ സാന്ത്വനപ്പെടുത്തുകയും സീതയെ ഉപദേശിക്കുകയും ചെയ്തു. രാവണന് വശംവദയാകണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ സീത അത് സമ്മതിച്ചില്ല എന്ന് കമ്പരാമായണത്തിലെ സുന്ദരകാണ്ഡത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നമ്മളുടെ എഴുത്തച്ഛൻ്റെ രാമായണത്തിലോ വാൽമീകി രാമായണത്തിലോ ഒന്നും ഈ കഥ പറയുന്നില്ല. ജനക മഹാരാജാക്കന്മാരെല്ലാം അഗാധ പണ്ഡിതരും തത്വദർശികളുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്വൈത വേദാന്ത ശാസ്ത്രത്തിലെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് അഷ്ടാവക്രഗീത. ഗുരു ശിഷ്യ സംവാദ രൂപത്തിലുള്ള ഇതിൽ ശിഷ്യനായി ജനക മഹാരാജാവും ഗുരുവായി അഷ്ടാവക്ര മഹർഷിയുമാണ് ഉള്ളത്. രാമായണത്തിലെ കഥാപാത്രമായ ജനകനാണ് ഇതിലുള്ളതെന്ന് ഉറപ്പിച്ചു പറയുവാൻ അതിന് കൃത്യമായ രേഖകൾ നമ്മുടെ കൈവശമില്ല. സീതയുടെ അച്ഛനായ ജനകൻ വൃദ്ധനായപ്പോൾ രാജ്യം ഉപേക്ഷിച്ച് സന്യാസത്തിന് പോയി എന്ന് മഹാഭാരതം ശാന്തി പർവ്വത്തിൽ പറയുന്നുണ്ട്. ഇത്രയുമാണ് ജനക മഹാരാജാവിനെ പറ്റി പറയുവാനുള്ള കാര്യങ്ങൾ. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പിബരേ രാമരസം पवनज स्तुतिपात्र पावन चरित्र
रविसोमवरनेत्र रमणीयगात्र पवनजस्तुतिपात्र पावनचरित्र रविसोमवरनेत्र रमणीयगात्र सीता कल्याण वैभोगमे रामा कल्याण वैभोगमे भक्तजन परिपाल भरितशरजाल भुक्तिमुक्तिदलील भूदेवपाल भक्तजन परिपाल भरितशरजाल भुक्तिमुक्तिदलील भूदेवपाल सीता कल्याण वैभोगमे रामा कल्याण वैभोगमे पामरासुरभीम परिपूर्णकाम श्याम जगदभिराम साकेतधाम पामरासुरभीम परिपूर्णकाम श्याम जगदभिराम साकेतधाम सीता कल्याण वैभोगमे रामा कल्याण वैभोगमे सर्वलोकाधार समरैकधीर गर्वमानवभूर कनकागधीर सर्वलोकाधार समरैकधीर गर्वमानसदूर कनकागधीर सीता कल्याण वैभोगमे रामा कल्याण वैभोगमे निगमागम विहार निरुपम शरीर नगधराज विधार नतलोकधार निगमागम विहार निरुपम शरीर नगधराज विधार नतलोकधार सीता कल्याण वैभोगमे रामा कल्याण वैभोगमे परमेशनुतगीत भवजलधिपोत धरणिकुलसञ्जात त्यागराजनुत परमेशनुतगीत भवजलधिपोत धरणिकुलसञ्जात त्यागराजनुत सीता कल्याण वैभोगमे रामा कल्याण वैभोगमे पिबरे रामरसम्
രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം